ജീവകാരുണ്യത്തിൻ്റെ മഹർഷി. വിൽക്കുന്ന ഓരോ ചോക്ലേറ്റിൻ്റെയും ലാഭം അനാഥരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നൽകുന്ന ഒരേയൊരു കമ്പനി ഹർഷീസ് ചോക്ലേറ്റ് കമ്പനി. ഇത്തവണത്തെ US യാത്രയിൽ ന്യൂയോർക്കും സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും നയാഗ്രയും ബോസ്റ്റണും വാഷിംഗ്ടൺ DC-യും ലൂറെ ഗുഹകളുമൊക്കെ കണ്ട കൂട്ടത്തിൽ ഹർഷീസ് ചോക്ലേറ്റ് ഫാക്ടറിയും സന്ദർശിക്കുമെന്ന് യാത്രാ പരിപാടിയുടെ ലഘുലേഖയിലുണ്ടായിരുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയില്ല. എല്ലാ ടൂർ ഓപ്പറേറ്റർമാരും അങ്ങനെ ചില ചോക്ലേറ്റ്, സിൽക്ക്, മുത്ത് തുടങ്ങിയ കമ്പനികളിലൊക്കെ നമ്മെ കൊണ്ടുപോയി കാണിക്കുന്നത് പതിവാണ്. അവിടെ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും കമ്മീഷൻ കിട്ടുന്നുണ്ടാവും. അതുപോലെ ആകുമെന്നാണ് ഇതിനെയും ഞാൻ ധരിച്ചത്. എങ്കിലും എന്താണ് ഈ ചോക്ലേറ്റ് കമ്പനിക്ക് ഇത്ര പ്രാധാന്യമെന്ന് വെറുതെ ഒന്ന് നോക്കിയപ്പോഴാണ് അമേരിക്ക സന്ദർശിക്കുന്നവർ നിശ്ചയമായും കണ്ടിരിക്കേണ്ട ഒരു ഫാക്ടറിയാണ് ഹർഷി ചോക്ലേറ്റ് ഫാക്ടറി എന്നെനിക്ക് ബോധ്യമായത്. അമേരിക്കൻ ഐക്യനാടുകളിൽ പെൻസിൽവാനിയയിലെ ഹെർഷെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു അമേരിക്കൻ ബഹുരാഷ്ട്ര മിഠായി കമ്പനിയാണ് ഹെർഷെ. ലോകത്തിലെ ഏറ്റവും വലിയ ചോക്ലേറ്റ് നിർമ്മാതാക്കളിലൊന്നാണ് ഹെർഷെ കമ്പനി. കുക്കികൾ, കേക്കുകൾ തുടങ്ങി ബേക്ക് ചെയ്ത ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന ഹെർഷെ കമ്പനിയുടെ ഹെർഷേസ് ചോക്ലേറ്റ് ലോകമെമ്പാടും 60 രാജ്യങ്ങളിൽ ലഭ്യമാണ്. പെട്ടെന്നൊരു ദിവസം ചോക്ലേറ്റ് കിങ് ആയതല്ല മിൽട്ടൺ ഹെർഷെ. തൻ്റെ കമ്പനി ഒരു വിജയമാകുന്നതിന് മുമ്പ് അദ്ദേഹം 2 തവണ അടപടലം പരാജയപ്പെട്ടു. ഫിലാഡൽഫിയയിലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മിഠായി ബിസിനസ് അമ്പെ പൊളിഞ്ഞു, പാപ്പരായി. വീണ്ടും ന്യൂയോർക്കിൽ പോയി തുടങ്ങി. ന്യൂയോർക്കിലെ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ശ്രമവും തകർന്ന് തരിപ്പണമായി. 30 വയസ്സുള്ളപ്പോൾ അദ്ദേഹം സർവവും തകർന്ന് കടക്കണിയിലായി. എന്നാൽ അദ്ദേഹം ഒടുവിൽ വിജയിച്ചു. സമ്പാദ്യം ലക്ഷക്കണക്കിന് വർദ്ധിച്ചു. തൻ്റെ ഫാക്ടറിക്ക് ചുറ്റും വീടുകളും പാർക്കുകളും ട്രോളി ലൈനുകളും കൊണ്ട് നിറഞ്ഞ ഒരു മുഴുവൻ പട്ടണം തന്നെ തൻ്റെ പേരിൽ അദ്ദേഹം സൃഷ്ടിച്ചു. പെൻസിൽവാനിയയിലെ ഹെർഷി. തൻ്റെ പ്രണയിനിയായ കാതറിൻ കിറ്റി സ്വീനി അദ്ദേഹം വിവാഹം കഴിച്ചു. അവർക്ക് എല്ലാം ഉണ്ടായിരുന്നു. അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യം ഒഴികെ, കുട്ടികൾ. കിറ്റിക്ക് ജീവശാസ്ത്രപരമായി കുട്ടികൾ ഉണ്ടായില്ലായിരുന്നു. കുട്ടികളെ ദത്തെടുക്കുന്നതിന് പകരം അനാഥരായ കുട്ടികൾക്കായുള്ള ഒരു ബോർഡിംഗ് സ്കൂൾ തന്നെ മിൽട്ടനും കിറ്റിയും സ്ഥാപിച്ചു, ഹെർഷി ഇൻഡസ്ട്രിയൽ സ്കൂൾ. കിറ്റി സ്കൂളിൽ നിരന്തരം സന്ദർശിക്കുകയും തനിക്ക് ഒരിക്കലും ഉണ്ടാകാത്ത കുട്ടികളായി കണ്ടവരെ വളർത്തിയെടുക്കുകയും ചെയ്തു. കുട്ടികളെ തൊഴിലുകൾ പഠിപ്പിച്ചു, അന്തസ്സോടെ ജീവിക്കാൻ പ്രാപ്തരാക്കി. 1915 വെറും 42 വയസ്സുള്ളപ്പോൾ കിറ്റി പെട്ടെന്ന് മരിച്ചു. അതോടെ മിൽട്ടൺ തകർന്നുപോയി. എങ്കിലും 1918 മിൽട്ടൺ ഹെർഷി ബിസിനസ് ലോകത്തെ ഞെട്ടിച്ച ഒരു തീരുമാനമെടുത്തു. അക്കാലത്ത് $60 മില്യൺ വിലമതിക്കുന്ന ഹെർഷി ചോക്ലേറ്റ് കമ്പനിയുടെ ഉടമസ്ഥാവകാശം സ്കൂളിനായുള്ള ഒരു ട്രസ്റ്റിലേക്ക് അദ്ദേഹം മാറ്റി. അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗമല്ല, മുഴുവൻ കമ്പനിയും. ഇന്ന് അവർ വിൽക്കുന്ന ഓരോ ഹെർഷി ബാറും, ഓരോ റീസിൻ്റെ പീനട്ട് ബട്ടർ കപ്പും, ഓരോ ഹെർഷിയുടെ കിസ്സും അനാഥരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ധനസഹായമായി നൽകുന്നു. ബിസിനസ് കൂട്ടാളികൾ അദ്ദേഹത്തിനെ ഭ്രാന്തൻ എന്നാണ് വിളിച്ചത്. എനിക്ക് വേണ്ടി സ്മാരകങ്ങൾ പണിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ഇതിനകം തന്നെ അത് ചെയ്യുമായിരുന്നു. ഒന്നുമില്ലാത്ത കുട്ടികൾക്കായി ഭാവി പണിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മിൽട്ടൻ്റെ പ്രതികരണം ലളിതമായിരുന്നു. 1945 88-ാം വയസ്സിൽ ഹെർഷി ഹോട്ടലിലെ ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിൽ തൻ്റെ സ്കൂൾ പഠിപ്പിച്ചു വളർത്തിയ കുട്ടികളുടെ ഫോട്ടോകളാൽ ചുറ്റപ്പെട്ട് അദ്ദേഹം എളിമയോടെ മരിച്ചു. ഹെർഷി അദ്ദേഹത്തിൻ്റെ മരണത്തോടെ അവസാനിച്ചില്ല, അത് വലുതായി. മിൽട്ടൺ മരിച്ചിരുന്ന 79 വർഷങ്ങൾക്ക് ശേഷം മിൽട്ടൺ ഹെർഷി സ്കൂൾ കിൻഡർ ഗാർഡൻ മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ സേവനം നൽകുന്നു. ഇപ്പോൾ അത് $17 ബില്യൺ ആസ്തി കൈകാര്യം ചെയ്യുന്നു. ഇത് അമേരിക്കയിലെ ഏറ്റവും സമ്പന്നമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു. എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ചോക്ലേറ്റ് ബാറുകൾ ആയിരക്കണക്കിന് ബാല്യങ്ങൾക്ക് ധനസഹായം നൽകുന്നു. ഇന്നത് അനാഥരായ ആൺകുട്ടികൾക്ക് മാത്രമുള്ളതല്ല, വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്നുമുള്ള നിരവധി വിദ്യാർത്ഥികൾക്ക് ഇത് സേവനം നൽകുന്നു. അവസരം ആവശ്യമുള്ള ഏതൊരു കുട്ടിക്കും അത് ലഭിക്കും. 1909 മുതൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചു വളർന്ന് ബിരുദം നേടി. ഡോക്ടർമാർ, അധ്യാപകർ, ബിസിനസ് ഉടമകൾ, സൈനിക ഉദ്യോഗസ്ഥർ, കലാകാരന്മാർ, എഞ്ചിനീയർമാർ, അങ്ങനെ എത്രയോ പ്രതിഭകൾ. എനിക്ക് എത്ര ജീവിതങ്ങൾ മാറ്റാൻ കഴിയും എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. ഇന്ന് അദ്ദേഹം ആയിരക്കണക്കിന് കുട്ടികളുടെ പിതാവാണ്. ആരെങ്കിലും ഒരു ഹെർഷി ബാർ തുറക്കുമ്പോഴെല്ലാം അവർ ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ഔദാര്യ പ്രവൃത്തിയിലാണ് പങ്കെടുക്കുന്നത്. അവിടെ എത്തുന്ന എല്ലാ സഞ്ചാരികൾക്കും സൗജന്യ ഹെർഷീസ് ചോക്ലേറ്റ് ടൂർ ആസ്വദിക്കാൻ അവസരമുണ്ട്. കൊക്കോ ബീൻസ് മുതൽ പൂർത്തിയായ കാൻഡി ബാർ വരെ ഒരു സിമുലേറ്റഡ് ചോക്ലേറ്റ് ഫാക്ടറിയിലൂടെ കൊണ്ടുപോകുന്ന 5 മിനിറ്റ് സൗജന്യ യാത്ര. അവസാനം നമുക്കൊരു സൗജന്യ ചോക്ലേറ്റ് സാമ്പിളും ലഭിക്കും.
സൗജന്യ ഹർഷീസ് ചോക്ലേറ്റ് ടൂറിന് പുറമെ ചോക്ലേറ്റ് ചേരുവകൾ, ഫില്ലിങ്ങുകൾ എന്നിവ തിരഞ്ഞെടുത്ത് സ്വന്തമായി കാൻഡി ബാർ ഇഷ്ടാനുസൃതം നമുക്ക് സൃഷ്ടിക്കാനും അവസരം നൽകുന്നു. ചോക്ലേറ്റിൻ്റെ രുചികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ അനുവദിക്കുന്ന ഒരു ചോക്ലേറ്റ് രുചിക്കൽ യാത്ര, ഹർഷി പട്ടണത്തിലൂടെയുള്ള ഒരു വിവരണാത്മക ടൂറൊക്കെ ഇവിടെ ലഭ്യമാണ്. സ്കൂൾ ക്യാമ്പസിൽ മിൽട്ടൺ ഹർഷിയുടെ ഒരു പ്രതിമയുണ്ട്. ഒരു ധനികനായ വ്യവസായിയായിട്ടല്ല, ഒരു കൊച്ചു കുട്ടിയുടെ അരികിൽ കുട്ടിയുടെ കണ്ണിൽ നോക്കി തോളിൽ കൈവച്ച് നിൽക്കുന്ന ഒരു പ്രതിമ. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ പ്രതിമകളിലൊന്നായിട്ടാണ് എനിക്ക് അത് തോന്നിയത്. മറ്റൊരു ഭാഗ്യം കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായത് സൂചിപ്പിക്കാതിരിക്കാനാവില്ല. ആഡംബരത്തിൻ്റെ കൊടുമുടിയായിരുന്ന ടൈറ്റാനിക് കപ്പലിൽ 1912 അതിൻ്റെ ആദ്യ യാത്രയിൽ, അവസാനത്തേതും, മിൽട്ടൺ ഹർഷി ടിക്കറ്റ് എടുത്തിരുന്നെങ്കിലും മാറ്റിവെക്കാനാവാത്ത ബിസിനസ് ആവശ്യങ്ങൾ കാരണം അദ്ദേഹം അതിൽ യാത്ര ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ആയിരക്കണക്കിന് കുട്ടികളുടെ ഭാഗ്യമായി അത് മാറി. അമേരിക്ക സന്ദർശിക്കുന്ന ഓരോരുത്തരും നിശ്ചയമായും സന്ദർശിക്കേണ്ട ഇടമാണ് ഹർഷീസ് ചോക്ലേറ്റ് ഫാക്ടറി. അവിടെ നിന്ന് എന്ത് വാങ്ങിയാലും നമ്മളൊരു ജീവകാരുണ്യ പ്രവൃത്തിയിൽ കൂടെ പങ്കാളിയാവുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റും ഷെയറും ചെയ്യുക. നന്ദി.